കയ ടു അല്ല ടു ആണോ? ടു ആണെന്നാണ് കയ ടു പറയുന്നത്. ടോബി എന്താ വിളിക്കാറ്? ഹലോ കൈന്ന് വിളിക്കുന്നു തോന്നുന്നല്ലേ? കൈ അല്ലല്ല, വേണമെങ്കിൽ കറക്റ്റ് വിളിച്ചു ചോദിക്കാം. ഇനി പറഞ്ഞു തന്ന അവസാനം ഇടി കൂടിന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കല്ലുകാരുടെ കാഞ്ഞിരക്കുട്ടി, മുള്ളുമുരുടെ മൂർക്കം പാമ്പ്. ബേസിക്കലി പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ ഒരു നാടിന്റെ കഥയാണ്. ആ നാട്ടിലെ നായകന്റെ കഥയാണ്. ആ കാലഘട്ടത്തിൽ ചട്ടമ്പി എന്ന് പറഞ്ഞ ഗുണ്ടയല്ല. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ചട്ടം അറിയാവുന്നവൻ. ഇതൊരു അറിവ് വെച്ചിട്ടാണ്. അല്ല, ടോബി ആലോചിക്കാണ്, ഈ ചട്ടം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. കാട്ടുചമ്പകം കേറി കത്തി തൊട്ടതെല്ലാം ഞാൻ കേട്ടിട്ട് വർക്കായാലും എനിക്ക് പാടടാ എന്നൊക്കെ പറയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാട്ട് ഹിറ്റായി കഴിയുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ എന്തായി ചോദിക്കും. പറഞ്ഞാല് എനിക്ക് തീരെ മ്യൂസിക് സെൻസ് ഇല്ല. അതിപ്പോഴും ജിതിനെ കളിയാക്കണ കിളിയെ തത്തക്കിളിയെ കിളിയെ തത്തക്കിളി എന്താ ഇത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ 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 ഓക്കെ. Star Jam, presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. Sure ആയിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. അപ്പൊ ആരാണ് സെറ്റിലെ ചട്ടമ്പി? ആരാണ് സെറ്റിലെ ചട്ടമ്പി എന്ന് പറഞ്ഞാല് ഉത്തരം മാറിയിട്ടാ. നേരത്തെ ഡിജോ എന്ന് പറഞ്ഞിട്ട് ഡിജോനാണെന്ന് പറയാമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് ഡിജോ ലൊക്കേഷനിൽ ക്രൂവിനെയും കാസ്റ്റിനെയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറിന്റെ ഭാഗത്ത്, ഡയറക്ടറാണല്ലോ ടീമിന്റെ ക്യാപ്റ്റനായിട്ട്. അപ്പൊ ആ ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരോട് സ്വീറ്റ് ആയിട്ട് പെരുമാറുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ നിന്നിട്ടാണല്ലോ നമ്മളൊരു കൂട്ടായ ഒരു പ്രവർത്തനമാണല്ലോ. സ്വീറ്റ് ആണ്, ഒക്കെ അഭിനയമാണ്. ആ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. ആൾക്കാരെ അങ്ങോട്ട് ഡീൽ ചെയ്യുന്നതാണ് പരിപാടി. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ സ്വീറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മൊത്തം കാസ്റ്റിംഗ് ക്രൂ, എല്ലാ ടീമും മൊത്തം കാസ്റ്റിംഗ്. ലീഡ് ആക്ടർ സ്വീറ്റ് ആയിരുന്നോ? അയ്യോ, ലീഡ് ആക്ടർ ബേസിക്കലി കടിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ഓക്കെ, ടോബി ആൻഡ് ഡയറക്ടർ ഡിജോ, വെൽക്കം ടു കല്യാൺ ജുവലേഴ്സ് പ്രസൻസ് സ്റ്റാർ ജാം. എന്റെ പള്ളിച്ചട്ടമ്പി ടോബി ആണെന്ന് തീരുമാനിച്ചപ്പോഴാണ്? അതിന്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഞാൻ ഈ കഥ കേട്ടപ്പോ സുരേഷ് ചേട്ടനാണ് എന്റെ അടുത്ത് വന്ന് നാരേറ്റ് ചെയ്യുന്നത്. എന്റെ വീടിന്റെ ഇതായിരുന്നു. സുരേഷ് ചേട്ടൻ ഒരുപാട് സീനിയർ റൈറ്ററാണ്. അപ്പൊ എന്റെ ഒരു വൈബായിട്ട് മാച്ച് ആവുമോ ഒന്നും അറിയില്ല. അപ്പൊ സുരേഷ് ചേട്ടൻ ഒരു ഡിസ്കഷൻ ഇടയിൽ ചുമ്മാ ഒരു ലൈൻ ഓഫ് തോട്ട് ഇട്ടു. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ടോബിയായിട്ട് ടച്ചിലുണ്ടായിരുന്നു. എനിക്കൊന്നു ക്വീൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയം, അതിന് മുന്നേ എനിക്ക് ടോബിനെ പേഴ്സണലി അറിയാം. ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സുരേഷേട്ടാ നമുക്കൊന്ന് ഒന്നും ഇരുന്നാലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ഇരുന്നൊന്ന് വർക്ക് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് എനിക്കൊന്ന് മാരിറ്റിലാന്ന് തോന്നല്ലേ. ആദ്യം നമ്മൾ മറ്റേ എയർപോർട്ടിന്റെ അടുത്തുള്ള മാരിറ്റിൽ അവിടെ അന്ന് ഇവിടെ മറ്റേ ഇതിന്റെ ഷൂട്ടായിരുന്നു. ആ സമയത്താണ്. ആ സമയത്ത് ക്വീൻ കഴിഞ്ഞ് ഞാൻ നേരെ ടോബിനെ അവിടെ പോയിട്ടാണ് ഫസ്റ്റ് തോട്ട് പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് ഒറ്റയ്ക്കാണല്ലോ ഡീൽ ചെയ്യണം. നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് ഡേറ്റുകൾ ഡീൽ ചെയ്തിട്ട് ശരിയാവണില്ല മൊത്തത്തിൽ. അപ്പോൾ അത് ഭയങ്കര ഞാൻ പറഞ്ഞു, ഡിജോ ഇത് ഒരു കാരണവശാലും നമുക്ക് ഇപ്പൊ ഡിസ്കഷൻ തുടങ്ങുന്ന ഡിസ്കഷൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതെന്താ വെച്ചാല് ആ സമയത്ത് ഡേറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ വർഷം ടോയ്ക്ക് കുറെ പടങ്ങളുണ്ടായിരുന്നോ ആ സമയത്തൊക്കെ? കുറേ സിനിമ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ഡേറ്റുകൾ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സിനിമയ്ക്ക് 30 ദിവസം എന്ന് പറഞ്ഞാലും ആ 30 ദിവസം കൊണ്ട് തീർന്നോളണമെന്നില്ല. അപ്പോൾ നമ്മളൊരു 5 ദിവസം ബഫർ ഇട്ടിട്ട് നമ്മൾ അടുത്ത പടത്തിന് ഡേറ്റ് കൊടുത്താൽ ഈ 30 ദിവസം എന്ന് പറഞ്ഞത് അവർ 40 ദിവസം ഷൂട്ട് ചെയ്താൽ മഴ കാരണം കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത സിനിമയുടെ ആൾക്കാർക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ 10 ദിവസം അതിനകത്ത് പോകും. ഈ 10 ദിവസത്തിന് പോലെ അവരൊരു 12 ദിവസം എക്സ്ട്രാ എടുത്താൽ അടുത്ത പടത്തിൽ ജോയിൻ ചെയ്യാനുള്ള 2 ദിവസം ലേറ്റ് ആയിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്റേതല്ലാത്ത തെറ്റുകൊണ്ട് അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഇതായിരുന്നു അന്ന് ഞാൻ വന്നപ്പോഴും ടോബി സംസാരിച്ചു. എനിക്കെന്ന് വെച്ചാൽ ഈ ഞാൻ പണ്ടൊക്കെ ഭയങ്കര ആദർശതീരനായിരുന്നു. പറഞ്ഞ വാക്ക് പാലിക്കണം, കൃത്യസമയത്ത് എത്തണം. പ്രാക്ടിക്കലല്ല കാര്യം, ഞാൻ മാത്രം വിചാരിച്ചപ്പോരാന്ന്. ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ സിനിമ പറഞ്ഞ സമയത്ത് തീർന്നില്ല എന്ന് വിചാരിക്കുക. അത് പറഞ്ഞിട്ട് ഇത്രേ എനിക്ക് തരാൻ പറ്റുള്ളൂ ഡേറ്റ്, ബാക്കിയുള്ള നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ. കറക്റ്റ്.
അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ തീർക്കണ്ടേ, എന്നിട്ടല്ലേ അടുത്ത സിനിമയെ പറ്റി പക്ഷെ ഞാൻ ആലോചിച്ച് 2018 ആ സമയത്ത് ഡിസ്കഷൻ നടന്ന സിനിമ അതുവരെ ഫോളോ അപ്പ് ചെയ്ത് ടോവി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ എല്ലാ പടങ്ങളും അല്ല അല്ല ഞാൻ പറയട്ടെ, അന്ന് വന്ന് എനിക്ക് ആ സമയത്ത് സംസാരിക്കുമ്പോഴും ARM ഒക്കെ ആ സമയത്ത് ഡിസ്കഷനിൽ 2017 ഡിസ്കഷനിൽ ടോവിന്റെ അടുത്ത് അന്ന് ഞാൻ ടോവിനെ ഫസ്റ്റ് അവിടെ വെച്ച് കണ്ടു. ഫസ്റ്റ് അല്ല, മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയായിട്ടൊരു ചർച്ചയ്ക്ക് വന്നപ്പോൾ ടോവിന്റെ അടുത്ത് ആദ്യം പറയുന്നത് ബേസിൽ വിളിക്കുന്നുണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ബേസിലെ ഗോദ കഴിഞ്ഞിട്ടിരിക്കുക, അപ്പൊ ബേസിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ മിന്നൽ മുരളിയാണ്. അത് മിന്നൽ മുരളിയാണ്. പിന്നീട് അപ്പോഴും ടോവി പറഞ്ഞു ഇതൊരു വേറെ സബ്ജക്ട്, സോഫി ചേച്ചി വിളിക്കുന്നത് സംതിങ്, അങ്ങനെയൊക്കെ ഒരു കോൺവെർസേഷൻ വരികയുണ്ടായി. അപ്പോഴാണ് പിന്നീടല്ലേ ഇത് സിനിമകളെല്ലാം പതുക്കെ സംഭവിച്ച് വരുമ്പോഴാണ് അതൊരു അൾട്ടിമേറ്റ് എല്ലാ സിനിമയ്ക്കും എനിക്ക് തോന്നുന്നു സംഭവിക്കാനുള്ളൊരു ടൈം ലൈൻ ഉണ്ട്. ഇന്ന് ടോവിനോട് ഒരു കഥ പറഞ്ഞാൽ അത് എന്ന് സംഭവിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. അതിപ്പോ അതിന് എത്ര ദിവസം വേണം, അതിനിപ്പോ എന്ത് പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് വേണം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അതിൻ്റെ ഡയറക്ടർക്കും അതിൻ്റെ ക്രൂവിനൊക്കെ എന്തോരം സമയം പ്രിപ്പറേഷൻ വേണം എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമകൾ തീർത്താലേ ആ ആംഗിളിൽ ഉദ്ദേശിച്ചത്. കമ്മിറ്റ് ചെയ്ത സിനിമകൾ കുറേ എണ്ണം നിൽക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു സിനിമയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടർ, പക്ഷേ എൻ്റെ ഒരു 15 ദിവസം മതി എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കയറാൻ പറ്റും. എന്നാൽ എനിക്ക് ഞാനിപ്പോൾ കുറച്ചെണ്ണം കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനിടയ്ക്ക് എൻ്റെ ഒരു 100 ദിവസം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് ശരിയല്ല, നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെ പുഷ് ചെയ്യാൻ പറയാം. എന്നാലും അത് മിസ് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, അത് അവർക്കും കൂടെ ഓക്കെ ആവുകയാണെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ഇപ്പം കഥ പറഞ്ഞപ്പോൾ ഒരു ലൈൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനം അപ്പോഴാണ് ടോവി എടുത്ത് പോകാൻ തോന്നിയെന്ന് പറഞ്ഞു. അതെന്താന്ന് പറയാൻ പറ്റും? ഓക്കെ, വർക്ക് ചെയ്തിട്ട് നേരെ ഞാൻ ടോവിനെ കണ്ട് ടോവി എടുത്ത് പറയുമ്പോൾ ടോവിയും ഭയങ്കര രസമുണ്ട് എന്നുള്ളൊരു ടോവിക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടി. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, അന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ രണ്ടാമത്തെ മീറ്റിംഗ് ആണ് നമ്മൾ മാരിറ്റിലോ അവിടെ വെച്ചു. അതോടുകൂടി ലൈക്ക് സിനിമ ഓൺലൈനായി. പക്ഷെ അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ജനഗണമനയിലോട്ടും കോവിഡ് വന്നു. അതാണ് അതിന്റെ മെയിൻ പ്രോബ്ലം. കോവിഡ് വന്നപ്പോഴത്തേക്കും ടോട്ടലി എല്ലാവരുടെയും പ്ലാൻസ് മാറി. 2 കൊല്ലം ഡിലീറ്റ് ആയി പോയി, ടോട്ടലി ഡിലീറ്റ് ആയി പോയി. അപ്പൊ ആ ഡിലീറ്റ് ആയ സമയത്ത് ടോവിയും ആക്ച്വലി വേറെ കുറെ സിനിമ ആ സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ അതിന് മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സിനിമകളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ആ സമയത്ത് മിനിമൽ ഒരു ക്രൂ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അങ്ങനെയാണ് അന്ന് കാണേക്കാരെ, വഴക്ക്, വാശി, അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടാവുന്നു. അത് കുറച്ചും കൂടെ നമുക്കൊരു ഒതുങ്ങിയ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഇൻഡോറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് എക്സ്റ്റീരിയർ ഷൂട്ടുള്ള സിനിമകൾ ആ കോവിഡിന്റെ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കറക്റ്റ്. അപ്പൊ അങ്ങനെ ആണങ്ങനെ. പിന്നെ എന്താ വെച്ചാൽ ഇത് എത്ര ഡ്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഡിജോ? കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബേസിക്കലി എല്ലാ കൊല്ലവും നമ്മൾ 1-2 പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിക്കാനിരിക്കും. 2023 ഞാൻ മറ്റേ നടികർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ പരിക്ക് പറ്റി കിടക്കുന്ന സമയത്ത് വന്നിട്ട് ഇതുപോലെ അന്ന് വന്ന് പറഞ്ഞ വേർഷൻ ഞാൻ പറഞ്ഞു ഡിജോ ഇത് ഏത് വർഷം ഞാൻ പറയാം. നടക്കൂല കേട്ടോ ഡിജോ. ഡിജോ വേറെ വേഷം കൊണ്ടുവന്നു. നമ്മള് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ബേസിക് സാധനം മാറുന്നില്ല, മനസ്സിലായി? ബേസിക് സാധനം മാറുന്നില്ല. ഞാൻ പറഞ്ഞ ഫസ്റ്റ് തോട്ട് ഓൾവേസ് റിമെയിൻസ് സെയിം, എപ്പോഴും എന്നും അതാണ് നമ്മുടെ അട്രാക്ടിങ് പോയിന്റ്. പക്ഷെ അതിനോട് സ്ക്രീൻ പ്ലേയിൽ വരുന്ന കുറെ ഡ്രാഫ്റ്റ് ചേഞ്ചസും വരും. പിന്നെ എന്താ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ച ഓരോ സിനിമ കാണുന്ന പ്രേക്ഷകരുടെ ടേസ്റ്റും മാറും. അപ്പൊ അതിനോട് നമ്മൾ അപ്ഡേറ്റഡ് ആവണം. നമ്മളൊരു ഒരു യുക്തി നമ്മൾ അതിനോട് സിനിമയിൽ ഉള്ള സിമിലർ സീനുകൾ മറ്റു സിനിമയിൽ. അപ്പൊ ഇതൊക്കെ ആക്ച്വലി അതൊരു വലിയ റീസൺ ആണ്. അപ്പൊ വന്നപ്പോഴത്തേക്കും അതിന്റെ ഒരു വലിയൊരു ഏരിയ തന്നെ മാറ്റേണ്ടി വന്നു. അപ്പൊ അത് എനിക്ക് ടോവിയായിട്ട് നമ്മളിരുന്ന് തന്നെയും പിന്നെയും അത് മാറ്റിയത് അത് ഭയങ്കര ബെറ്ററായി. കാര്യം സിനിമയിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട്. ലിറ്ററലി നമ്മുടെ ബേസിക്കലി പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞതൊരു നാടിന്റെ കഥയാണ്, ആ നാട്ടിലെ നായകന്റെ കഥയാണ്. ഇതാണ് പള്ളിച്ചട്ടമ്പി. ഇറ്റ്സ് എ സിമ്പിൾ വൺ ലൈൻ. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ എന്താണ് ഇനി അതിലോട്ട് എത്തിച്ചേരുന്നതാണ് നമ്മളുടെ ഈ സിനിമയിലെ ഒരു മൊത്തം കഥാ പശ്ചാത്തലം. മനുഷ്യനും ചെകുത്താനും നേർക്ക് വരുമ്പോൾ ദൈവത്തിന് എന്താണ് അവിടെ കാര്യം? ഡിജോയുടെ എല്ലാ പടത്തിലും ഒരു ഡയലോഗ് ഉണ്ടാവും, വൈറലാവുന്ന ഡയലോഗ്. മറ്റേ ഈ രാജ്യം നിന്റെ എന്താണ് വകയാണെന്ന് പറയില്ല. അപ്പൊ അതുപോലെ ഈ ഡയലോഗ് കയറി കത്താൻ സാധ്യതയുള്ള ഡയലോഗാണോ? അല്ല, ഇത് നമ്മുടെ പടത്തിലൊരു ക്യാരക്ടർ പറയാനുള്ളത്. ഇപ്പൊ ജനഗണമനയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ അതെന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ഓഡിയൻസ് നമ്മൾ ത്രോ ചെയ്യുന്നല്ലേ, പഞ്ച് ഡയലോഗ്സ് നമ്മൾ നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് വർക്കായി വൈറലായപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഈവൻ ക്വീനിലും ഉണ്ടായിരുന്നു, മലയാളിയിലും ഇങ്ങനത്തെ ചില സീൻസും പരിപാടിയൊക്കെ വരുന്നു. ഇതങ്ങനെയല്ല, ഇത് സിനിമയിലെ ഈ പറഞ്ഞൊരു ക്യാരക്ടറിന്റെ ഒരു ത്രോ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു മെയിൻ
ഒരു ക്യാരക്ടർ ത്രോ ചെയ്യുന്ന ഒരു ഡയലോഗ് മാത്രം അത് വർക്കായെങ്കിൽ അയാളുടെ ചിന്താഗതിയാണ്. അതെ അയാളുടെ പെർസ്പെക്റ്റീവ് ആണ്. അതേ പറഞ്ഞ ഇതൊരു പീരിയഡ് സിനിമയാണ്. നമ്മളുടെ സിനിമയുടെ പെർസ്പെക്റ്റീവ് അങ്ങനെയല്ല. എക്സാക്ട്ലി. ഈ സിനിമയിൽ ഇപ്പൊ നിങ്ങൾ അതേ പറഞ്ഞ ഇങ്ങനത്തെ ഡയലോഗ് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ മുടുനീളെ ഇങ്ങനത്തെ ഡയലോഗുകൾ ഈ പടത്തിലൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. ഇത് ബേസിക്കലി എന്താ പറയാ, നമ്മള് നല്ലൊരു 1950s 60s കാലഘട്ടമാണ്, 1960s ആണ് കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തിൽ വരുന്നൊരു നല്ലൊരു പ്രമേയം, അതാണ് നമ്മുടെ സിനിമയുടെ ഒരു ഏരിയ. അപ്പൊ അതിൽ സംസാരിക്കുന്ന ഓരോരുത്തർക്കും ഇതേപോലത്തെ ചെറിയ ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ഉണ്ടാവും. നല്ലതാണെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ സന്തോഷം. അതെ, അടിപൊളി. കാലഘട്ടമൊക്കെ ഭയങ്കര രസമുള്ള കാലഘട്ടമാണ്. നമുക്കൊരു കാലഘട്ടം സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ അതിലൊരു സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ സെറ്റ് ഇടുക എന്ന് മാത്രമല്ല, സെറ്റ് അടിക്കാൻ പാടില്ല, തോട്ടാണല്ലോ. ഇപ്പൊ നമ്മള് തോന്നാൻ പാടില്ല. അതായത് ഇപ്പൊ എനിക്കറിയാം, ടീച്ചറെ കണ്ടായിരുന്നോ? കണ്ടെങ്കിൽ അതിലൊരു പള്ളിയൊക്കെ ഉണ്ട്, അത് മൊത്തം നമ്മൾ ബിൽഡ് ചെയ്തതാണ്. അപ്പൊ അതിനെ ടെക്സ്റ്റർ ചെയ്ത് അത് ആ കാലഘട്ടം, അതേ പറഞ്ഞ ഒരു നാട്ടിലെ ഒരു പള്ളി അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ നാടിന്റെ കഥ കാണിക്കുമ്പോൾ അതിൽ ഓരോ ആർട്ട് വർക്കും നമ്മൾ ഭയങ്കരമായിട്ട്, ഇപ്പൊ ദിലീപ് നാഥാണ് ആർട്ട് ചെയ്തത്, ഭയങ്കര രസകരമായിട്ട്. അപ്പൊ പുള്ളിയെയാണ് അന്വേഷിപ്പും കണ്ടെത്തും ചെയ്തത്. അതിനകത്തും ഈ പീരീഡ് നല്ല രസമായിട്ട്. അത് എനിക്കൊന്ന് 1980s ആണോ അല്ലേ? 90s. ഇത് ആക്ച്വലി 60s ഈ പ്രമേയമാണ്. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ഏരിയ എടുത്ത് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തതാണ്. ആൾക്കാരുടെ തൊടുപുഴയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, പിന്നെ മുള്ള്, മുരുക്ക്, മൂർക്കം പാമ്പ്. അതൊന്ന് ടോയിക്ക് പറയാൻ പറ്റുമോ? കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ളു, മുരട്, മൂർക്കം പാമ്പ്. എന്താണ് ആ ഡയലോഗിന്റെ എന്ത് തോന്നി? കല്ല്, കരട്, കാഞ്ഞിരം കുറ്റി, മുള്ളു, മുരട്, മൂർക്കം പാമ്പ് എന്ന് പറയുമ്പോൾ ഇത് ലിറ്ററലി ആ കാലഘട്ടത്തിലെ ആൾക്കാർ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ അത് അന്ന് ആൾക്കാര് എന്തിന്റെയോ ഇതല്ലായിരുന്നു അത് പിന്നീട് സ്ലോഗൻ. പിന്നീട് ചില ഇവന്റ്സിലൊക്കെ ആൾക്കാർ അത് ഈ പറഞ്ഞൊരു ടോവി പറഞ്ഞൊരു സ്ലോഗൻ ആയിട്ടൊക്കെ അത് എടുത്ത് പടത്തില്. പക്ഷെ ഞാൻ നമ്മളുടെ ആ കാലഘട്ടത്തിനെ റെപ്രസെന്റ് ചെയ്ത, അതിൽ പിൽക്കാലം തൊട്ടേ ആൾക്കാർ പറയുന്ന ഒരു വാചകമാണ് അത്ര. സുരേഷ് ചേട്ടൻ പറഞ്ഞത്, അതായത് ഇത് ആൾക്കാർ, അതായത് ഉദയമേ, കല്ലുകാരുടെ ഇതെല്ലാം കൂടെ നമ്മുടെ നെഞ്ചത്തേക്ക് വരികയാണല്ലോ എന്നൊരു പ്രഷർ പോയിന്റ് വരുമ്പോൾ അവർ ത്രോ ചെയ്യുന്നൊരു ഡയലോഗാണ്. അപ്പൊ അതാണ് നമ്മുടെ സിനിമയിൽ നായകൻ പറഞ്ഞ ആ വാചകം. അപ്പം 2018 അന്ന് സ്റ്റാർട്ട് ചെയ്ത ഡിസ്കഷനാണ്. 7 വർഷത്തെ ഏതാണ്ട് ഒരു BTS ബിഹൈൻഡ് ദ സീൻ, 7-8 വർഷത്തെ ബിഹൈൻഡ് ദ സീൻ പരിപാടി ഉണ്ടെന്ന് പറയാം. കൊറോണ അത് വിടാം. നമുക്കാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കുക, 2019 എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നാള് കഴിഞ്ഞ പോലല്ലേ തോന്നണേ. 2019 കഴിഞ്ഞിട്ട് 7 കൊല്ലമായി എന്നൊക്കെ പറയുമ്പോൾ 2 കൊല്ലം നമ്മൾ കണക്കിൽപ്പെടുത്താതെ വെട്ടിക്കളയും. അങ്ങനെ നോക്കുമ്പോ ശരിയാ, കുറവാ. ഒരു ചട്ടമ്പി എപ്പോഴാണ് പള്ളി ചട്ടമ്പി ആവണേ? ഇതിന്റെ കഥ മുഴുവൻ പറയേണ്ടി വരും. അല്ല, ഫിലോസഫിക്കലി പറഞ്ഞാൽ ഇത് പക്ഷെ ആക്ച്വൽ ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 1950s ബർക്കി മാപ്പിള, കോട്ടയത്തെ വിറപ്പിച്ച ബർക്കി മാപ്പിളയുടെ കഥയാണിതെന്ന് പറയുന്നത്, അതാണോ? അല്ല, ഇത് റിയൽ സ്റ്റോറി ആണോ? നേരത്തെ ഇത് റിയൽ സ്റ്റോറി അതായത് ചിലപ്പോ എങ്ങനെ പറയാം, ബേസിക്കലി ഇതിനെ ഒന്ന് നമ്മള് ഇങ്ങനത്തെ ഒരു പൊസിഷനിങ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ നമ്മളെന്താ പറയാ, പള്ളിച്ചട്ടമ്പി ഒരാളുടെ പേരല്ല, ഒരു സ്ഥാനപ്പേര് പോലെയാണെന്ന് കരുതുക. ചട്ടമ്പി എന്ന് പറയുമ്പോ ഇപ്പൊ ബ്രോയ്ക്ക് എന്താ തോന്നുന്നു? ചട്ടമ്പി എന്ന് പറയുമ്പോ എന്താ തോന്നുന്നു? ഒരു ഗുണ്ട. ആ കാലഘട്ടത്തിൽ ചട്ടമ്പി എന്ന് പറഞ്ഞ ഗുണ്ടയല്ല, മെയിൻ ആളാണ് നാട്ടിലെ ചട്ടമ്പി. അപ്പൊ ഗുണ്ടസ്വാമി അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ചട്ടമ്പി എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ, ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ചട്ടം അറിയാവുന്നവൻ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് സുരേഷ് ചേട്ടനോട് ഡിസ്കഷനിൽ, അതായത് ഒരു മാസ്റ്റർ, അതായത് പതുക്കെ ബോളാൻ കൊണ്ട് അല്ല, ഈ ചട്ടം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇത് സത്യം കേട്ടോ. ബേസിക്കലി ആ കാലഘട്ടത്തിലുള്ളവർക്ക് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനതാ നേരത്തെ പറഞ്ഞു, ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ചട്ടമ്പി എന്ന് പറഞ്ഞ പടത്തിന്റെ അറിയാവുന്ന ഒരു സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ഒരു അറിയാവുന്ന ഒരാൾ, അന്ന് കാലഘട്ടത്തിൽ ചട്ടമ്പി എന്ന് പറയുമ്പോൾ ഒരു മാസ്റ്റർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആ കാലഘട്ടം, ആ നാട്ടിലെ മെയിൻ ആള്, എല്ലാത്തിലും ഇറങ്ങുന്ന ആളാണ്. അതിനെ പിന്നീട് എനിക്കൊന്ന് കാലഘട്ട ക്രമേണ അതിനെ വേറൊരു രീതിയിലോട്ട് ടെറൈനൈസ് ചെയ്തതായിട്ടാണ്. പടത്തിലും അങ്ങനെയുണ്ടോ? ഈ പടത്തിലും ഗുണ്ടയായിട്ടല്ല. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അതൊരു പഠിപ്പിക്കാൻ വരുന്ന ആളായിട്ട് തന്നെയാണ്. അത് ബേസിക്കലി ഇപ്പൊ സോങ്ങിലൊക്കെ കണ്ടില്ലേ, സോങ്ങിൽ കാണുന്ന പോലെ അവൻ ഒരുപാട് സ്കിൽ സെറ്റ് ഉള്ള, അല്ലെങ്കിൽ അവന്റെ പ്രത്യേക സ്കിൽ സെറ്റ് ഉള്ള, ഒരു നിഷ് സ്കിൽ സെറ്റ് ഉള്ള അവൻ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഫോട്ടോ ചെയ്യുന്ന ഒരു
ഒരു തലവൻ, അതാണ് പറഞ്ഞ ചട്ടമ്പി. അതാണ് ആ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നു. കളരി അങ്ങനെ എന്തെങ്കിലാണോ? അല്ല, അങ്ങനെ എല്ലാം അടിതടയും എല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ. ടോവിയുടെ മാസ് ആക്ഷൻ രംഗങ്ങളുണ്ട് നമുക്ക് ടീസറും ടീസർ കണ്ടപ്പോ തോന്നി. അതല്ല ഇതിന്റെ മേജർ ഓക്കെ അട്രാക്ഷൻ. അതുകൊണ്ട് അതുമുണ്ട്. അതായിരിക്കും കറക്റ്റ് ടോബി പറഞ്ഞ പോലെ. നമ്മളുടെ ഈ സിനിമയില് ഒരു ഫാമിലിക്ക് ശരിക്കും പറഞ്ഞ ഇപ്പൊ റൊമാൻസ്, കാട്ടിയമ്മൻ കണ്ടില്ലേ? കാട്ടിയമ്മൻ പാട്ട് കണ്ടു. അതെ, അപ്പൊ അതുപോലത്തെ ഒരു റൊമാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഉണ്ട്. ആക്ഷൻ ഇല്ലാന്നല്ല, ആക്ഷൻ ഉണ്ട്. ആവശ്യത്തിന് കഥാപ്രകാരമായിട്ടുള്ള ആവശ്യത്തിനുള്ള ആക്ഷൻസ് രംഗങ്ങളുണ്ട്. പിന്നെന്താ പറയാ, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, ഇമോഷണൽ ഡ്രാമ ഉണ്ട്. ഇമോഷണൽ ഡ്രാമ എന്നുള്ള ഗണത്തിൽ തന്നെയാണ് നമുക്ക് ഇതിനെ പെടുത്താൻ പറ്റും. അപ്പൊ ഇറ്റ്സ് എ മിക്സ്, ഒരു പാക്കേജ് ആണ്. അതെ, ഒരു പാക്കേജ് എന്റർടൈനർ. അല്ലാണ്ട് ഫണ്ണുണ്ട്. കാട്ടുചമ്പകം കേറി കത്തി. അതെ, ഹിന്ദിയിലും എല്ലായിടത്തും റീൽസിലൊക്കെ വന്നിരിക്കുകയാണ്. തൊട്ടതെല്ലാം മാത്രമല്ല ടോബി അഭിനയിച്ച എല്ലാ സിനിമകളും അങ്ങനെ ഒരു ഇതുണ്ട്. ടോബിയുടെ പാട്ട് പടത്തിന് മുന്നേ ഹിറ്റ് ആവുന്നു. അത് എനിക്ക് യാതൊരു ക്രെഡിറ്റും അതിൽ അവകാശപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അക്കാര്യത്തിൽ ഭാഗ്യവാനാണ് എന്ന് എനിക്കും ഒരു തോന്നലുണ്ട്. കാര്യം വെച്ചാൽ വന്ന സമയം മുതൽ നമ്മൾ ലീഡ് റോൾ ചെയ്യുന്ന സിനിമകളിൽ ഉള്ള പാട്ടുകൾ, ചില സിനിമകൾ പോലും വർക്കാവാണ്ട് പാട്ട് മാത്രമേ വർക്കായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത്, അന്വേഷിപ്പിൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണ് നമ്മൾ കുറച്ച് ഇൻറ്റീരിയർ ആയിട്ടൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. എൻ്റെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ടി വിയിലും യൂട്യൂബിലൊക്കെ എൻ്റെ പാട്ടുകൾ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല. എനിക്കും അല്ല, എന്നെ ഭയങ്കര ഫെമിലിയർ ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ സിനിമകൾ ഒന്നും കണ്ടിട്ടില്ല. അത് പുള്ളിക്കാരി പറഞ്ഞു, പാട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെ തിയേറ്ററിൽ പോയി സിനിമ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ സിനിമയോട് ഭയങ്കര താല്പര്യമുള്ള ആളായിരിക്കണമെന്നില്ല. പക്ഷെ അപ്പോൾ അവിടെയാണ് ഈ പാട്ടുകൾ എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ എൻ്റെ കഠിനാധ്വാനം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഒബ്വിയസ്ലി ഇപ്പൊ അല്ല, അത് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അത് നമ്മളെ ജോലി നമ്മൾ ചെയ്യുന്നു. പക്ഷെ ആ അഭിനയമല്ല ആ പാട്ടിനെ, വീഡിയോ സോങ് ആണെങ്കിൽ അതിനെ ഹിറ്റാക്കുന്നത് അഭിനയമാണെന്ന് വിചാരിക്കാം. ഒരു ഓഡിയോ സോങ് ഹിറ്റാവുന്ന സമയത്ത് അതിനകത്ത് സിനിമയിലെ നായകന് പ്രത്യേകിച്ച് ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല. പക്ഷെ ആ ക്രെഡിറ്റ് കുറച്ച് കിട്ടും. അതിൽ ഹാപ്പിയാണ്. കാട്ടുചമ്പകം ഈ പാട്ട് എങ്ങനെയുണ്ട്? അതിന്റെ കഥ പറയാം. കത്തുന്ന് വിചാരിച്ചു അങ്ങനെ? അല്ല, കത്തുന്നല്ല. ബേസിക്കലി നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതിലൊരു നല്ല പ്രണയമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് മാത്രമല്ല, എന്താ ഇമോഷൻ മാത്രമല്ല, ഫാമിലി മാത്രമല്ല എന്ന് പറഞ്ഞ പോലെ ഇതിലൊരു നല്ലൊരു പ്രണയകഥയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ലവ് സ്റ്റോറി ആയിരിക്കാം. അതെ, നമ്മുടെ മുന്നത്തെ 3 പടത്തിലൊന്നും അങ്ങനെ മാരകമായ ഒരു ലവ് ഒന്നുമില്ല. അപ്പൊ ഇതിൽ നായകനും നായികയും തമ്മിലുള്ളൊരു റൊമാൻസ് ഉണ്ട്. അപ്പൊ ആ റൊമാൻസിനെ പോർട്രേ ചെയ്യാൻ, പക്ഷെ അതും എനിക്ക് തോന്നുന്നു കറിക്ക് ഉപ്പ് പോലെ പാകത്തിന്. എൻറ്റയർലി റൊമാൻറ്റിക് അല്ല, മിക്സ്. ഒരു ഫാമിലിക്ക് കാണാൻ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ചേരുവകളും നമ്മൾ വെച്ചിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രണയത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ജെയ്ക്സ് കമ്പോസ് ചെയ്തത്. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വരികളാണെങ്കിലും കൈതപ്പുറം സാറിന്റെ ഭീകര, ഇപ്പൊ ഓൾറെഡി നമ്മുടെ നരിവേട്ടയിലെ പാട്ട് കേട്ടപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു അതെ അതെ. അപ്പൊ അത് നമ്മള് ജെയ്ക്സും കൈതപ്പുറം സാറും കൂടെ അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഞാൻ ടോവിയുടെ അടുത്തും പറഞ്ഞു, ഒന്ന് കേൾപ്പിച്ചപ്പോൾ ടോവി പറഞ്ഞു, ചില പാട്ടുകൾ ടോവി പറയും എനിക്കിത് എനിക്ക് അങ്ങനെ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ആളൊന്നുമല്ല. കേട്ട പാട്ട് വർക്കാവോ എന്നുള്ള ടോവിക്കറിയാം. ഞാൻ വർക്കാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പാട്ടുകൾ വർക്കായിട്ട് ഇതേ പോയിന്റ് എന്റെ അടുത്ത് പറഞ്ഞു ഡിജോ, കേട്ടപ്പോ എനിക്ക് വർക്കായി. ഇതേ പോയിന്റ് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ വർക്കായില്ല എന്ന് പറഞ്ഞ പാട്ട് കപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് പറയാതിരിക്കില്ലായിരിക്കില്ലേ? അല്ല, ഇത് എന്താ വെച്ചാല് പറഞ്ഞ എനിക്ക് തീരെ മ്യൂസിക് സെൻസ് ഇല്ല എന്നാ പറയണ്ട. അതായിരിക്കും. അല്ല, അത് ചിലപ്പോ അതിന്റെ ആദ്യത്തെ വേർഷൻസ് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ആളുമല്ല, ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. എന്നാൽ എനിക്ക് എന്റെ ഒരു ഇതെന്ന് പറയുന്നത് സാഡ് മെലഡീസ് ഒക്കെയാണ് എന്റെ കൈൻഡ് ഓഫ് പാട്ട്. വിജയ് ആറാമനോട് പാട്ട് മാറ്റണം എന്ന് പറഞ്ഞവരാണ്. ഞാൻ പക്ഷെ പാട്ട് മാറ്റണം എന്നൊന്നും പറയാറില്ല. ഞാൻ കേട്ടിട്ട് വർക്കായി എനിക്ക് പാടടാ എന്നൊക്കെ പറയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാട്ട് ഹിറ്റായി കഴിയുമ്പോ എന്റെ അടുത്ത് നിന്നിട്ട് ഇപ്പൊ എന്തായി ചോദിക്കവര്. ഇപ്പം ഏത് പാട്ടാ ഹിറ്റാവും പറഞ്ഞു കഴിഞ്ഞാല് ചിരിക്കും. അതിപ്പോഴും ജിതിനെ കളിയാക്കണ കിളിയെ തത്തക്കിളിയെ എന്താ ഇത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോ ഞാൻ കാര്യം എന്താ വെച്ചാൽ എനിക്ക് അന്ന് അപ്പോഴും അതിന്റെ കൂടെ ഞാൻ കമ്പയർ ചെയ്യുന്നത് അങ്ങ് ആനക്കോണിലാണ്.
അങ്ങോനേക്കാണല്ലോ എന്റെ കൈൻഡ് ഓഫ് ഒരു സോങ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു പാട്ടാണ്. അത് ഞാൻ ആക്ച്വലി ടോവിയുടെ റെഫറൻസ് അടിപൊളിയാണ്. പക്ഷെ അത് ഞാൻ ദിബുവിന്റെ അടുത്തും ജിതിന്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അറിയില്ലായിരുന്നു, ഇത് എന്റെ വിവരക്കേടായിട്ട് കണ്ടിഷ്ടം. ഇതിനങ്ങനെ ഇതേപോലെ എനിക്ക് ക്ഷമ ചോദിക്കേണ്ടി വന്ന ഒരു പാട്ടാണ് ജീവാംശമായി എന്ന് പറയുന്നത്. മോശം പാട്ടെന്നല്ല, ഇതിന് രണ്ടിനും ഞാൻ മോശം പാട്ടെന്നല്ല, അത് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞു. ഇത് അത്ര മില്ലടൊക്കെ അടിച്ചു കഴിയുമ്പോ അങ്ങനെയാണെങ്കിൽ ആ ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അടുത്ത് കേൾപ്പിച്ചപ്പോ പറഞ്ഞു ഇത് കൊള്ളാം. ഡിജോ പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. എന്ത് വരികയാണ് ഇത് ഞാൻ കുറച്ചൊക്കെ ഞാൻ ലിബറലായി അല്ല, ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ മാറി. അതായിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കും ഞാൻ പഠിച്ചു കുറച്ച്. ടോവി എന്നെ കേട്ടപ്പോ ടോവി ചിരിച്ചോട്ടാ കൊള്ളാട്ടോ പാട്ട്. അപ്പൊ ചിലപ്പോ അത് ആവാനാണ് സാധ്യത. അല്ല ജെയ്സിന്റെ അടുത്തും ടോവി പറഞ്ഞു. പിന്നെ എനിക്ക് അതല്ല, നരിവേട്ടയുടെ പാട്ടും തൊട്ട് മുന്നേ വന്നല്ലേ, അപ്പൊ ചിലപ്പോ കോൺഫിഡൻസ് കേട്ടപ്പോ അടിപൊളിയാണല്ലോ. 5 ലാംഗ്വേജസിൽ പടം ഇറങ്ങുന്നുണ്ടോ? 5 ലാംഗ്വേജിൽ ഇറങ്ങണം. ഓക്കെ, അതെങ്ങനെ സെയിം ഡേ ആണോ? സെയിം ഡേ. ഹിന്ദി മലയാളം കണ്ടു കഴിയുമ്പോ ഒന്നും കൂടെ കാണണം. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാം. ഓക്കെ, 5ാമത്തെ ഏതാ? മലയാളം. മലയാളം. ഓക്കെ, മലയാളം. ഓക്കെ. ടോവിയുടെ പള്ളിച്ചട്ടമ്പി ലുക്കിലേക്ക് വാ നമുക്ക്. ആ ലുക്ക് ഞങ്ങൾക്ക് പറഞ്ഞുതരും, എന്തൊക്കെയാണ് ലുക്ക് വൈസ് ചെയ്യാൻ തീരുമാനിച്ചത്? ദിജോ ആദ്യം പടം വരച്ചു കൊണ്ടുവന്നപ്പോ ഇത് ഇത്ര ഉണ്ട് മീശ. അപ്പൊ ഞാൻ ഈ മീശ വളർത്തണമെങ്കിൽ തന്നെ കുറച്ച് നാള് വേണ്ടി വരുമല്ലോ. ആക്ച്വലി അന്ന് ഞാൻ ടോവിക്ക് ഒരു റെഫറൻസ് ഫോട്ടോ കാണിച്ചായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഈ 50s ഉണ്ടായിരുന്ന ഒരു പുള്ളി, മെലിഞ്ഞിട്ടൊരു പുള്ളി, ഇങ്ങനെ മീശ വെച്ചിട്ട് ഭയങ്കര കൊമ്പ മീശ. ഇപ്പൊ പടത്തിലുള്ളതിനെക്കാട്ടും ഉണ്ടോ? ഉണ്ടായിരുന്നു, അയാൾക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജസ്ഥാൻ മീശയാണോ? അങ്ങനെയല്ല, ഒരു ഇത്ര ഉണ്ടായിരുന്നു മീശ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ. പക്ഷെ നമ്മുടെ ക്യാരക്ടറിന് നമ്മൾ ഓൾറെഡി ബിൽറ്റ് ബോഡി ഒരു മീശ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതായത് ആ മീശ എന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു 6 മാസം ബ്രേക്ക് എടുത്ത കാരണം കൊണ്ടാണ് ആ മീശ നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാനൊരു പടത്തില് അത്രയും മീശം വെച്ച് കുറെ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. കൽക്കി ചെയ്യുന്ന സമയത്ത് ടോവി ഓർക്കുണ്ടോ? കൽക്കിയുടെ സമയത്ത് കൽക്കി ചെയ്യുന്ന സമയത്ത് ടോവി എനിക്ക് ഡിജോ ഈ മീശ ഉണ്ടോ എങ്ങനെ ആ സമയത്ത് ഇതിനേക്കാളും ചെറിയ മീശ, പക്ഷെ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്റെ എന്തുമാത്രം പ്രോട്ടീനൊക്കെയാണെന്ന് അറിയാം മീശ കുടിക്ക് പോയത്. ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ക്ഷൗരം ചെയ്യാന്ന് പറയുന്നതൊക്കെ വളരെ വളരെ മിനിമലാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ടോവിക്കൊക്കെ ഈ ഏരിയയിൽ വരെ മുടിയുണ്ടാവും. അങ്ങനെ എല്ലാവരും ക്ലീൻ ഷേവ് ലുക്കൊക്കെ വളരെ കുറവാണ്. പിന്നെ കാലക്രമേണയാണ് പിന്നെ മുടി ഷോർട്ടാക്കുന്നു. മുടി ഷോർട്ടാക്കി അത് നമ്മൾ ആദ്യം പരമാവധി ആദ്യത്തെ നമ്മളൊരു ഫസ്റ്റ് ലുക്ക് ഒരു പോസ്റ്റർ നമ്മൾ വരപ്പിച്ച ആ ലുക്കിലേക്ക് പരമാവധി എത്തുക എന്നുള്ളതായിരുന്നു. എക്സാക്ട് അത് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ പരമാവധി ഓൾമോസ്റ്റ് അത് അച്ചീവ് ചെയ്തു. കുറച്ച് ബൾക്കിയായോ പടത്തിന്? അതും ഈ 6 മാസം ട്രാവലിംഗ് ആയതുകൊണ്ട് എല്ലാ നാട്ടിലും പോയി നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് പിന്നെ വർക്കൗട്ടും ചെയ്തിരുന്നു. കാര്യം നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബൾക്കാവും, പെട്ടെന്ന് ചേർക്കും. മസിൽ വിത്ത് മസിൽസ് ആണ്, അങ്ങനെ ബൾക്കിയല്ല. എന്നാ പക്ഷെ ഭയങ്കര ചിസിൽഡ് 6 പാക്ക് അങ്ങനത്തെ ബോഡിയല്ല. ഇതൊരു ആ കാലഘട്ടത്തിലെ ഒരു നല്ലൊരു എന്താ പറയാ അല്ലെ, ഒരു റെസ്ലേഴ്സ് ബോഡി എന്നൊക്കെ പറയുന്നു. പഴയ മറ്റേ ഗാമ എന്നൊക്കെ പറഞ്ഞ മറ്റേ റെസ്ലേഴ്സ് ഇല്ല, അങ്ങനത്തെ ഒരു തല്ലുകൂടി എന്ന് പറഞ്ഞാൽ അതെന്തിനാ തല്ലുകൂടി? ക്യാരക്ടറൈസേഷനിലും ചില കാര്യങ്ങളും ചില ഇന്ന സീൻ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെയാണോ വേണ്ടത്, അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങളും. ഇപ്പൊ നമ്മളും ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും ഡിസ്കഷൻ ചെയ്യുകയാണെങ്കിലും അറ്റ് സം പോയിന്റ് കൺഫ്യൂഷൻസ് വരാം. കറക്റ്റ്. അപ്പോൾ ഡിജോക്ക് സിനിമയുടെ ടോട്ടാലിറ്റി ആയിരിക്കും തലയിലുണ്ടാവുക. പക്ഷെ ചില ഇൻഡിവിജ്വൽ സീൻ എനിക്കെന്ന് വെച്ചാൽ അപ്പോൾ ഡിജോക്ക് മുഴുവൻ ചിന്തിക്കണം. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാരക്ടറിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയാലല്ലേ ആൾക്കാരുടെ മുമ്പിൽ അത് കൺവിൻസിംഗ്ലി എനിക്ക് പോർട്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് സംശയങ്ങളുണ്ട്. ഞാൻ ചോദിക്കും, ഞാൻ വാദിക്കും, ഇല്ല എന്റെ പള്ളിച്ചട്ടമ്പി ഒരിക്കലും എന്നൊക്കെ പറയും. അതെങ്ങനെ പറയാം? അങ്ങനെ പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ വിചാരിക്കുന്ന ആളാന്ന് വിചാരിക്കില്ല. അതെനിക്ക് തോന്നുന്നു ടോവി അത് എല്ലാ പടത്തിലും ഉള്ളതല്ലേ? അതെല്ലാ പടത്തിലും അതായത് ഇങ്ങനത്തെ ഡിസ്കഷൻസിൽ നിന്നാണ് കാര്യത്തിൽ നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. റിലീസിന് മുമ്പ് എന്തെങ്കിലും, റിലീസ് കഴിഞ്ഞിട്ട് തല്ലുകൂടുന്നതിനേക്കാളും നല്ലത് റിലീസിന് മുമ്പ് തല്ലുകൂടുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഡിസ്കഷൻസ് എപ്പോഴും സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. രണ്ടാൾക്കും വേണ്ടത് ഒരു കാര്യമാണ് പടം അൾട്ടിമേറ്റ്ലി പോയിന്റ്. അതിൽ ലാസ്റ്റ് ഞങ്ങൾ പറയുന്നത് കേട്ടോ,
പറഞ്ഞു വന്നത് അതെ. പഠനം ഉണ്ടാവും. അല്ല, ഇനി പറഞ്ഞു വന്ന അവസാനം ഇടി കൂടിയെന്ന് പറയുമ്പോ അല്ല ഇടികൂടാന്ന് ഞങ്ങൾ തല്ലൂടാന്ന് പറയുമ്പോ അത് നമ്മളൊരു term ആയിട്ട് പറയണം, അർത്ഥമല്ലല്ലോ. അതെ. നല്ലോണം ഒരു അവസരം കിട്ടട്ടെ. ആഗ്രഹം ഉണ്ടായിരുന്നു. വൈ ഡ്രാഗൺ ഫെയിം കയാതു എന്ന് വെച്ചാൽ ഡയറക്ടർ എന്താ പറയുക? ഞാൻ പറയും, ഡ്രാഗണിന് മുന്നേ ഞാൻ കൈതൂനെ approach ചെയ്തു. ഓക്കെ. അതാണ് അതിന്റെ സത്യം. അത് ടോവിക്ക് പറയാം. ബേസിക്കലി ആ സമയത്തെ കൈതൂനറിയാം. ടോവിനെക്കാട്ടും കൂടുതൽ കൈട്ടൂവിന്റെ അടുത്ത് കൈതൂ അല്ല എന്നാട്ടോ. ഡു ആണോ? ടു ആന്നാണ് കയട്ടു. കൈട്ടു പറയുന്നത്. നിങ്ങൾ എന്താ വിളിക്കാറ്? ഞങ്ങള് കൈതൂ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. ടോവി എന്താ വിളിക്കാറ്? ഹലോ, ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് വരുമ്പോഴേ ഇപ്പൊ എന്റെ പേരിൽ തന്നെ ടൊവിനോ എന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അല്ല, ഞാൻ കേട്ടില്ല കയാതൂന്നല്ലേ? കയാട്ടു അല്ല, അങ്ങനെ എന്റെ ഇനി തെറ്റാണെങ്കിൽ തിരുത്തി. ഡിജോ അങ്ങനെയാണ് വിളിക്കാറ്. അല്ല, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, ഞാൻ കൈതൂ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ബ്രോന്നാ വിളിക്കുന്നത്. ഞാൻ ബ്രോന്നാ. ഓഹോ. ആ, അപ്പൊ പിന്നെ സംഭവം സിമ്പിൾ ആണ്. ആരെയാണെങ്കിലും ബ്രോന്ന് വിളിച്ചപ്പോ ഓക്കെ. അപ്പൊ പരിപാടി. ടോവി എന്താ വിളിക്കാറ്? കയാതൂ തന്നെ. കയാതു. ചിലപ്പോ കൈന്ന് വിളിക്കുന്നു തോന്നുന്നല്ലേ? അല്ലല്ല, ഡയറക്ടർ വിളിച്ചപ്പോ തീരുമാനമാക്കേണ്ടി വരും പേരെന്താണെന്നുള്ളത്. അല്ല, എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ കായതു അല്ല കയാതു ആണ്. വേണമെങ്കിൽ കറക്റ്റ് വിളിച്ചു ചോദിക്കാം. പേരിൽ പ്രശ്നമുണ്ട്. അല്ല, അത് എനിക്കും സംശയമുണ്ട്. എടുക്കുമെന്ന് എനിക്ക് സംശയം. ഇല്ല, ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ ചോദിച്ചു നോക്കാം. വിളിച്ചു തിരിച്ചു വിളിക്കണം, അതിനാണ് എപ്പോഴാ അടുത്ത ഇന്റർവ്യൂ ആക്ച്വലി ഹൗ ഡു വി പ്രൊനൗൺസ് യുവർ നെയിം? Wait, first tell her we are in an interview. Actually, we are in an interview. We need a clarification. My name pronunciation. Yes. Yeah, your name. Yay! Kayadu. Kayadu. Kayadu, not two, right? Somebody was saying two. No, two is not there. No? 2 അല്ല 3. Okay. No, somebody was saying two. Not somebody. Director Dijo was saying. Tovi പറഞ്ഞു കൊടുക്ക്. But I said it correctly. Kayadu. Correct. Kayadu, right? Kayadu. Yes. Super. Oh, what a wonderful name. Nice. D എങ്ങനെ 2 ആയത്? Kayadu, thank you so എന്ന് much. പറയേണ്ടി വരും. Yeah, We are in the interview. You are on live right now. Actually, Dijo was saying your name is Kayatu. No, it's not Kayadu. No, but I remember somebody saying to me Kayadu. ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് പേരൊന്നും പഠിച്ചില്ലല്ലോ. No, that somebody is wrong actually. Yeah. Somebody is wrong. You are wrong. No, I know that. I mean, Okay. yeah. What? Okay, totally respect that. Kayadu, let's do. Okay, bro. Chalo. Take care. All right, I'll see you. Okay, bro. Bye. Take care. ഓക്കെ. അപ്പം മര്യാദക്ക് ബ്രോ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. വെറുതെ പേരും ഒരാവശ്യമില്ലാണ്ട് ഇപ്പൊ വിളിച്ചു. ഞങ്ങൾ ഏകദേശം കറക്റ്റ് അല്ലേ പറഞ്ഞത്? അതെ, ഏകദേശം തീരുമാനമായി. നൈസ്. ഓക്കെ. അപ്പം പിന്നെ കയാതുവിനെ, നമ്മുടെ ഈ കൈതുവിന്റെ ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റാണ്. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയാ, ആ ഒരു ലുക്ക് വൈസും അപ്പൊ അപ്പോഴാണ് ആക്ച്വലി കൈതു പറഞ്ഞു വരുമ്പോ ഇപ്പൊ ടോവി പീരിയഡ് സിനിമകൾ, ARM ഉണ്ട്, പല സിനിമകളുണ്ട്. അതേപോലെ കൈതുവും ഒരു പീരിയഡ് സ്റ്റാറാണ്. കൈതു മറ്റേ 19ാം നൂറ്റല്ലേ? 19ാം നൂറ്റാണ്ടിൽ നിന്നാണ് കൈതു തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ അന്ന് ആക്ച്വലി ഞാൻ ആ സിനിമ കണ്ടപ്പോൾ, പക്ഷെ അന്ന് നമ്മൾ ആക്ച്വലി സിനിമയുടെ ഡിസ്കഷനെക്കാട്ടും മുന്നേ അല്ല അത് കഴിഞ്ഞിറങ്ങി വിടാൻ തോന്നുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേ ആക്ച്വലി കൈതു. പക്ഷെ പിന്നീട് ഡ്രാഗണിന് മുന്നേ ഞാൻ ആക്ച്വലി കൈതുവിനെ അപ്രോച്ച് ചെയ്തിരുന്നു, കഥ പറഞ്ഞിരുന്നു. പക്ഷെ വയ ഫോണായിരുന്നു. അപ്പോൾ നമ്മളും ഇവിടുത്തെ ഡേറ്റും കാര്യങ്ങളും, ടോവിയുടെ ഡേറ്റും കാര്യങ്ങളും ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ നിൽക്കുമായിരുന്നു. ഇത് ഒരു തീരുമാനമായപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി കൈതുവിനെ വിളിച്ച് ഡേറ്റും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡ്രാഗൺ റിലീസാവുന്നത്. ഓക്കെ. അതാണ് അതിൻ്റെ ആക്ച്വൽ ഉത്തരം. അപ്പോൾ ആക്ച്വലി കൈതുവിൻ്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞു, ഡ്രാഗൺ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇച്ചിരി എന്താ പറയുക, നമ്മുടെ ക്യാരക്ടർ കുറച്ച് ലീനാണ്. അപ്പോൾ ഇപ്പോൾ ടോവി ആയാലും നമ്മൾ ബിൽഡ് ചെയ്യല്ലേ, ക്യാരക്ടറിന് ബിൽഡ് ചെയ്യില്ല. അപ്പം ഞാൻ ഡ്രാഗൺ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ കൈതു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 2 ആഴ്ച കഴിഞ്ഞാൽ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആക്ച്വലി കുറച്ച് ലീൻ ക്യാരക്ടറാണ്. ഡോണ്ട് വറി ഐ എം വർക്കിംഗ് ഔട്ട് എന്ന് അന്നേ കൈതു പറഞ്ഞു. ഞാൻ ഡ്രാഗൺ കണ്ടപ്പോഴാണ് മനസ്സിലായി ഇച്ചിരി. പക്ഷെ എനിക്കൊന്നും അത് നേരത്തെ ഷൂട്ട് ചെയ്താൽ 2 മാസം മുന്നെയോ അങ്ങനെ 2 മാസം മുമ്പോ ഡ്രാഗൺ അല്ല റിലീസിന് 3-4 മാസം മുന്നേ ആയിരിക്കും. അപ്പൊ പറഞ്ഞില്ല സാർ, ഐ എം നോട്ട് ഇൻ ദാറ്റ്, ലെറ്റ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. സൂപ്പർ. കമന്റ് ഓൺ ദിസ് കമന്റ് എന്നാണ്. നമ്മൾ ചില കമന്റുകൾ തപ്പി പിടിച്ചോണ്ടിരും, അതിനെ കുറിച്ചുള്ള നമ്മുടെ കമന്റ് പറയണം. ടോവിനോടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വാവ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്. നല്ല കമന്റ്. എന്താ അറിയാമോ, സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിനിമയുടെ കഥ കേൾക്കുന്ന സമയത്ത് കഥയായിട്ടാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇനിയുള്ള കാലത്ത് ചിലപ്പോൾ
ഇത് എയിലൊക്കെ ചെയ്തുകൊണ്ടെന്നൊക്കെ കാണിക്കുമായിരിക്കും കേട്ടോ, പ്രീ വിഷ്വലൈസേഷൻ പോലെ വരുന്നില്ല അങ്ങനത്തെ ഓൾറെഡി വിഷ്വൽസ്. അത് പ്രീ വിഷ്വലൈസേഷനൊക്കെ ഓക്കെ. ചെയ്യുന്നുണ്ട്. നമുക്കൊരു സിനിമയുടെ കഥ കേൾക്കുന്ന സമയത്ത് ആ ഡയറക്ടർ അത് പറയുമ്പോൾ ഡയറക്ടറിന്റെ ഒരു സെൻസിബിലിറ്റി ഇതായിരിക്കും എന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പിന്നെ ഒരാൾ നമ്മുടെ തന്നെ അറിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലൈഫ് എക്സ്പീരിയൻസും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ തലയിലൊരു പിക്ചർ ഫോം ആവും. അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ അത് വർക്കാവുമ്പോഴാണ് നമ്മളത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അത് എക്സാക്ട്ലി എൻ്റെ തലയിൽ എൻ്റെ ഇമാജിനേഷനിൽ ഉണ്ടായ പോലെ തന്നെ ആവണമെന്നില്ല ആ ഡയറക്ടേഴ്സ് അത് മനസ്സിൽ കണ്ടിട്ട്. അതിനേക്കാൾ നന്നാവാം, അതിനേക്കാൾ മോശമാവാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗാംബ്ലിങ് തന്നെയാണ്. നമുക്ക് ട്രൈ ചെയ്യാം. അതിന് എപ്പോഴും അതിനകത്തൊരു ഗാംബ്ലിങ്ങിന്റെ സ്വഭാവം ഉണ്ട്. സിനിമ പോലെ തന്നെ ഒരു ഗാംബ്ലിംഗ് മാക്സിമം എഫേർട്ട് ഇടും സെലക്ട് ചെയ്യാൻ. നമ്മൾ തീരെ സെൻസിബിൾ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതപ്പോൾ തന്നെ നോ പറയാനായിട്ട്. ആ ഗാംബ്ലിംഗ് മോസ്റ്റ്ലി വർക്ക് ആയിട്ടുണ്ടോ? അതുകൊണ്ട് ആ ഗാംബ്ലിങ്ങിലാണ് അത് ഇവിടെ ഉള്ള എല്ലാവരും ഇവിടെ ഉള്ളത് ആ ഗാംബ്ലിംഗ് വർക്ക് ആവുന്നുണ്ടല്ലേ. എല്ലാ ആക്ടേഴ്സിന്റെയും ഏറ്റവും വലിയ ആഗ്രഹം ചെയ്യുന്ന എല്ലാ സിനിമകളും നന്നാവണം എന്നുള്ളത് തന്നെയാണ്. നന്നാവണം, അത് വിജയിക്കണം. എല്ലാവർക്കും അവരുടെ ഫിൽമോഗ്രഫി ഭയങ്കര ക്ലീൻ ആയിരിക്കണം. ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും ആഗ്രഹം. ടോവി കഴിഞ്ഞ കൊല്ലം ഇവിടെ ഇരുന്ന ടോവി അല്ല ഇക്കൊല്ലത്തെ ടോവി. സംസ്ഥാന അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ ടോവി. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടോവി. താങ്ക് യു. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആസ് എ പേഴ്സൺ എന്തെങ്കിലും മാറ്റം വന്നോ? അത് കഴിഞ്ഞതിന്റെ ഇതാണ് വന്നേക്കുന്ന മാറ്റം. അല്ല എന്ന് വെച്ചാൽ അത് എന്താ പറയാ, ഒരു എന്ത് ആർട്ട് ഫോം ആണെങ്കിലും അതിനകത്ത് നമുക്ക് കിട്ടുന്ന പണത്തിനേക്കാളും ഫെയിമിനേക്കാളും ഒക്കെ നമുക്ക് അപ്രിസിയേഷൻ, ആൾക്കാരുടെ എന്താ പറയുക, ആൾക്കാരുടെ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ അവാർഡ്സും. എന്നാൽ അവാർഡ്സ് ആണ് എല്ലാത്തിൻ്റെയും അന്തിമ വാക്ക് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിവിടെ സിനിമകൾ ചെയ്ത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ചെയ്യുന്ന പണി കറക്റ്റാണ് എന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ ഇതുപോലത്തെ അപ്രിസിയേഷൻസ് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടും ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ അപ്രിസിയേഷനാണ്. ഒരു വണ്ടി ഓടാൻ ഒരു ഫ്യൂവൽ വേണം എന്ന് പറയുന്ന പോലെ ഒരു ആർട്ടിസ്റ്റിന് ആ ആർട്ടിൽ പാഷനേറ്റ് ആയിട്ട് നിൽക്കാനും തുടർന്ന് അതിലേക്ക് അതിനോട് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് അത് അപ്രിസിയേഷൻ തന്നെയാണ്. അപ്പോൾ മമ്മൂക്കായിട്ട് ജസ്റ്റ് മിസ്സാണെന്ന് പറയുന്നുണ്ട് അതില്. അതുപോലെ കൂടെ അവാർഡ് നേടി നല്ലൊരു ഫോട്ടോ കിട്ടി. കൂടെ അവാർഡ് നേടിയ ആസിഫ് അലിയെ കുറിച്ച് ടോവിനോ ഒരു കമന്റ് പറയാൻ പറഞ്ഞു. എന്ത് പറയും? ആസിഫ് ഞാനും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളത് തീരെയില്ല. ഞങ്ങൾ ഒരേ സിനിമയിൽ കുറേ തവണ കുറേ നാളുകളായിട്ട് പരിചയമുള്ള, സിനിമയ്ക്ക് പുറത്ത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് മക്കളെ പറ്റിയാണ്. ആസിഫിൻ്റെ മക്കളെ പറ്റിയും പറയുന്നു, ഞാൻ എൻ്റെ മക്കളെ പറ്റി പറയുന്നു. ടഹാൻ ജനിച്ച സമയത്ത് സർപ്രൈസായിട്ട് എനിക്ക് ഒരു ഹാമ്പർ പോലത്തെ, അത് അവൻ്റെ ഫോട്ടോവും അവൻ ജനിച്ച സമയവും അവൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഹാമ്പറൊക്കെ അയച്ചിരുന്നു. അത് ഭയങ്കര സ്വീറ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അതേപോലൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴും കാണുമ്പോൾ അങ്ങനെ ഒരു വാംത്ത് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ അവാർഡ് കിട്ടുന്നു. ഒപ്പം മമ്മൂക്ക പറയുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത് ഒട്ടും കുറവല്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ വേറൊരു വാലിഡേഷനും കൂടിയാണ്. അപ്പം അന്ന് വൈകുന്നേരം ഞങ്ങൾ മമ്മൂക്കയുടെ അടുത്ത് ഉണ്ടായിരുന്നു, ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടെ പേഴ്സണലി മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞോ? സ്റ്റേജിൽ പറഞ്ഞല്ലാതെ പേഴ്സണലി മമ്മൂക്ക അവാർഡിനെ പറ്റിയൊന്നുമില്ല. വേറെ വിശേഷം, വേറെ നമ്മള് കുറെ വിശേഷങ്ങളുണ്ടല്ലോ പറയാനായിട്ട്. എന്നെ ചാത്താന്ന് വിളിക്കണേ, തിരിച്ചും ചാത്താന്ന് വിളിക്കണേ. ചാത്തൻ ബന്ധോ മറ്റേ നമ്മുടെ ബ്രഹ്മയുഗത്തിലും ഞാൻ ലോകയിലും അങ്ങനെയാണ് ചാത്തൻ ബ്രഹ്മയുഗം ലോക. അതിന്റെ ഒരു പാരലൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ബേസിലിനെ മമ്മൂക്കയ്ക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് അറിയില്ലായിരുന്നു. കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണല്ലോ എന്നിട്ട്. അതിരടിയുടെ പാക്കപ്പ് പാർട്ടി നടക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് പാക്കപ്പ് പാർട്ടി മിസ്സായെന്ന് പറഞ്ഞിട്ട് എന്നെ അസൂയപ്പെടുത്താൻ വേണ്ടി ബേസിൽ വിളിച്ചതാ. അപ്പൊ ഞാൻ അതെടുത്ത് നേരെ മമ്മൂക്കയുടെ ഫ്രണ്ടിൽ കൊണ്ട് ഫസ്റ്റ് എല്ലാരും ഓടി, എല്ലാരും തിരിച്ചു പറഞ്ഞിട്ട് ശരിക്കും മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട്
പക്ഷെ അതിന്റെ അപ്പൊ ആ സമയത്ത് ക്യാപ്ഷൻ ഞാൻ ക്യാപ്ഷനല്ല മറ്റേ കുട്ടികൾ ആൻമരിയ കലിപ്പിലാണല്ലോ സിദ്ദിഖ പറയണ ഡയലോഗില്ല, കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം. അപ്പൊ വീഡിയോ കാണുമ്പോൾ നമ്മളായിരിക്കും ബേസിൽ ആഗ്രഹം പറഞ്ഞിട്ട് ടോബി വിളിച്ചേക്കുന്നത്. ശരിക്കും അതല്ല. പറയണമെന്നില്ലല്ലോ, എല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ. ബേസിൽ ഒരു പടം ചെയ്യുമ്പോൾ അതിന്റെ കോ പ്രൊഡ്യൂസർ ആവുന്ന ടോബി ബേസിൽ എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ടോബി ഇന്ന് കോ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പം ചെയ്യുന്നതാണോ അതോ അതിലെ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടാണോ സ്കോപ്പ് ഒക്കെ നോക്കിയിട്ടാണോ ചെയ്യാൻ? ഒരു മോശം പരിപാടിക്ക് അവൻ എന്നെ വിളിക്കില്ല എനിക്കറിയാം. അതും നമ്മൾ പള്ളിച്ചട്ടമ്പയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് അന്ന് ബിൽഫിൻ സമീർക്കും കൂടെ വന്നിട്ട് നമുക്ക് ഇത് അവിടെ വെച്ചിട്ടാണ്, തൊടുപുഴയിൽ വെച്ചിട്ടാണ് നമ്മൾ അതിരടി ചെയ്യുന്നു എന്നുള്ളതാണ് കൺഫേം ആവുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചൊരു പടം ചെയ്യുന്നു, അത് ഭയങ്കര പാക്കേജ് പടമാണ്. പാക്കേജ് എന്ന് വെച്ചാൽ കോളേജിന് പുറത്തും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് അതിനെ പറ്റിയിട്ട് അതിന്റെ ഇന്റർവ്യൂവിന് അങ്ങനെ വരുന്ന സമയത്ത് ശ്രീകുട്ടൻ പിള്ളയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ഷൂട്ട് ഭയങ്കര ഫണ്ണായിരിക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ. പിന്നെ ഈ പ്രൊഡ്യൂസറോടാകുമ്പോൾ പ്രോഫിറ്റ് ഷെയർ പറഞ്ഞു കഴിഞ്ഞാൽ തരും, ബേസിലിന് തരാതിരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ഉള്ളപ്പം ചില ആദ്യം ടോബി വായിക്കേ. പൃഥ്വിരാജ് രാജുവേട്ടൻ ആൻഡ് ടോബി, വൺ ഡിഫറൻസ് യു ഫെൽറ്റ് ആസ് എ ഡയറക്ടർ. ഞങ്ങളെ ആസ് ഡയറക്ടേഴ്സ് അല്ല, പൃഥ്വി അതായത് രാജുവേട്ടനും ടോബിയും ആസ് എ ഡയറക്ടർ അവരിലൊരു ഡിഫറൻസ് പറയാൻ പറഞ്ഞു. ആ ഡിഫറൻസ് എനിക്ക് തോന്നുന്നു ടോബിക്കും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അതായത് ബേസിക്കലി രാജുവിനോട് ചോദിക്കും ഡിജോ ആൻഡ് രാജുവേട്ടൻ. അത് ഞാൻ ചോദിക്കാം ഇത് അങ്ങനെ രണ്ടുപേരും ഡയറക്ഷൻ പറഞ്ഞിട്ടുള്ള. രാജു ബേസിക്കലി ഇപ്പൊ ടോബി കാണുന്ന പോലെ തന്നെ ഞാനും ടോബിയൊക്കെ ഡിസ്കഷനിൽ വരുമ്പോഴും നമ്മൾ കാണുന്ന ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു സ്പേസിങ് ഉണ്ട്. ഞാനൊക്കെ രാജുവിനെ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഡിസ്കഷനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോ രാജു അല്ലെങ്കിൽ രാജു ഇത് ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡിസ്കഷനാണ് ലൈക്ക് സ്ട്രൈറ്റ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിങ് ആണ് ഞാൻ രാജുവിനെ വെച്ചിട്ട്. എനിക്കൊന്ന് ടോബി അങ്ങനെ തന്നെ നമ്മളൊരു ഡിജോ ബ്രോ എന്നാ വിളിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ടോബി എനിക്കൊന്ന് ചേട്ടാന്ന് വിളിക്കുക. ഞാനിങ്ങനെ ചോദിക്കും ബ്രോ ഇത് ഓക്കെ അല്ലേ ദിസ് വർക്കിംഗ്. അപ്പൊ നമ്മൾ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് ഷൂട്ടിന്റെ സമയത്തല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ബ്രോ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം നമ്മളും പുള്ളിനെ പൊസിഷൻ ചെയ്യുന്ന അങ്ങനെ. പക്ഷെ ടോബി ആണെങ്കിൽ അതാ ഞാൻ പറയാം ടോബി ഇസ് മോർ ലൈക്ക് പേഴ്സണൽ ബന്ധമല്ലേ. അപ്പൊ അതൊരു കുറച്ചും കൂടെ ഇപ്പൊ തോളത്തും കൈവച്ച് നമ്മൾ ചില്ല് ചെയ്ത് വേറൊരു മൂഡാണ്. അപ്പൊ രണ്ടുപേരും ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രാജു ഇപ്പൊ ഓൺ സെറ്റ് വരുന്നു. ഇപ്പൊ രണ്ടുപേരുടെയും ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. രാജു വരുന്നു, രാജു മോർ ലൈക്ക് ഭയങ്കര പ്രൊഫഷണലാണ്. രാജു വരുന്നു, ഇത് കഴിയുന്നു, രാജു വിധി ചെയ്യുന്നു. പിന്നെ നമ്മൾ പേഴ്സണലി ഇടയ്ക്കുള്ള ചാറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഇത്. ടോബി ഇസ് ലൈക്ക് നമ്മൾ രാവിലെ തുടങ്ങുമ്പോ അല്ല എക്സാക്ട്ലി നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാവും ത്രൂ ഔട്ട്. നീ പറഞ്ഞതുപോലെ അല്ലേ ടോബി, നമ്മൾ ഫുൾ ടൈം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ഡിസ്കഷൻ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തൊട്ട്. അപ്പൊ എനിക്കതൊരു ഭയങ്കര ഡിഫറൻസ് ആയി. ഇപ്പൊ ചോദിച്ച പോലെ ഇപ്പൊ ടോബി ഡയറക്ഷൻ സൈഡിൽ പറഞ്ഞാലും രാജുവിനെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആദ്യത്തെ പടം നമ്മുടെ 7th ഡേ അല്ലേ, 7th ഡേ തൊട്ട് ടോബി കാണുന്നതാണ്. ടോബി ആ പൊസിഷൻ വെക്കുന്ന പോലെ തന്നെ ഞാനും ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു പടം ഞാൻ അസിസ്റ്റ് ചെയ്ത്. അപ്പൊ അന്ന് രാജു ഒരു ഓഡിയോ ലോഞ്ചിൽ വന്നത് തൊട്ട് ഞാൻ രാജുവിനെ അങ്ങനെയാ കാണുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എനിക്കും ഒരു ഭയങ്കര ഒരു മെന്റർ സ്പേസ് ആണ് രാജുവിൻ. പക്ഷെ ടോബി ഇസ് മോർ ലൈക്ക് എ ബ്രദർ ടു ബ്രദർ. എല്ലാ പടത്തിലും ടോബി ഇങ്ങനെ തന്നെയാണോ, അതായത് കൂടെ ട്രാവൽ ചെയ്യും? എനിക്ക് അതാണ് കുറച്ചും കൂടെ കൺവീനിയന്റ്. ഇതൊരു ടീം വർക്കാണ്. ആ പീരീഡ് ആണല്ലോ. അപ്പൊ പീരീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ആക്ച്വലി ഫുൾ ടൈം സെറ്റിൽ ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസ് ഡെഫിനറ്റ്ലി ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ പറയാന്ന് പറഞ്ഞത് ഡയറക്ടേഴ്സ് അല്ല അതെന്ന് വെച്ചാല് അങ്ങനെ ആസ് എ ഡയറക്ടർ രാജുവേട്ടൻ ഭയങ്കര പ്രിസൈസ് അങ്ങനത്തെ പരിപാടിയാണ്. എന്നുവെച്ചാല് എത്ര പടത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാലോചിക്കണം. അതായത് ആസ് എ ഡയറക്ടർ മാത്രമല്ല പറയണേ, പുള്ളിക്ക് 100 ചില്ലാനും പടത്തിൽ അഭിനയിച്ചതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയണത് അത് ചില്ലറയല്ല. പിന്നെ അതല്ലാതെ തന്നെ പുള്ളി ഇച്ചിരി ഭയങ്കര ഇച്ചിരി സ്റ്റുഡിയോസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയക്കുന്നതൊക്കെ നമ്മളെ ഇച്ചിരി കൂടിയ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാരണം കൊണ്ട് പുള്ളി ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, ഇങ്ങനത്തെ ഡിസ്കഷൻ സ്കോപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ചോദ്യം എന്താ നോക്കാം, സ്കിപ്പ് ചെയ്യണ പറയണ. എന്റെ ഡയറക്ടർ ബ്രില്യൻസ് ടോവിക്ക് മനസ്സിലായ മൊമെന്റ്, ഡിജോയുടെ ഡയറക്ടർ ബ്രില്യൻസ് മനസ്സിലായ മൊമെന്റ് പറയൂ. കുറെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എനിക്ക്
ഒരു ഡയറക്ടറിന്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് ശരിക്കും എന്താണെന്ന് അറിയാം, ഈ മൊത്തം കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കുടക്കീഴിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്തുകൊണ്ട് ബ്രില്യൻ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വന്ന് അവനവൻ്റെ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കൊരു കോർഡിനേഷൻ ഇല്ലായ്മ ഉണ്ടാവും. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ തന്നെ ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നതിലും ഡയറക്ടർക്ക് ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്. ഒരു മൊത്തം സെറ്റിൻ്റെ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഒരു മൊത്തം സെറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഡയറക്ടറിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡയറക്ടർ ഭയങ്കര കൂളാണെങ്കിൽ സെറ്റ് മൊത്തം ഭയങ്കര ഫണ്ണും ജോളിയും ആയിരിക്കും. ഡയറക്ടർ ഭയങ്കര ടെൻഷനിലാണെങ്കിൽ മൊത്തം ക്രൂവിനും അങ്ങനെ ഒരു. അപ്പോൾ ഏറ്റവും വലിയ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരെ കൃത്യമായിട്ട് അവരുടെ ജോലി എടുക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഷോട്ടിന് മുമ്പ് തന്നെ മറ്റേ അതൊക്കെ ഞങ്ങൾ തമ്മിലും സംസാരിക്കാറുണ്ട്. ഞാൻ ഡിജോനോട് മാത്രം, ഞങ്ങളല്ലാതെ ഞങ്ങൾ തമ്മിലും സംസാരിക്കാറുണ്ട്. വെച്ചാൽ ഓക്കെ റെഡി സൂപ്പർ പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങണേ. അപ്പൊ തന്നെ നമുക്കിത് എന്തോ ഓക്കെ ആയി എന്ന് തോന്നും, എടുത്തിട്ട് പോലുമില്ല. അപ്പൊ ആദ്യമേ മനസ്സിലായി, ആദ്യ ദിവസം മാത്രമല്ല, അത് കഴിഞ്ഞപ്പോ എല്ലാവരും ഇതല്ലേ. അല്ല, ഞാനത് പണ്ട് തൊട്ട് ചെയ്യുന്നൊരു, പക്ഷെ അത് നല്ലത്. അത് ഞാൻ മാത്രമല്ല, അതിപ്പോ കുട്ടേട്ടൻ ഉൾപ്പെടെയുള്ള ഭയങ്കര പോസിറ്റീവാണ്. നമ്മളെല്ലാവരും നമുക്ക് വന്നാൽ അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ലൈനിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ, കലക്കാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കലക്കാൻ തോന്നും. അടിപൊളി, സാറ്റിസ്ഫൈഡ് ആണോ? അതല്ലാത്ത ഡയറക്ടർ ബ്രില്യൻസ് എന്ന് വെച്ചാൽ, ഡിജോന്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ബ്രില്യൻസസ് നിങ്ങൾക്ക് അറിയാലോ. എന്റെ ഒരു സ്റ്റാർ ടാൻട്രം പറ. എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ ടാൻട്രംസ് ഇറക്കി തുടങ്ങും. അല്ല, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഞങ്ങൾ തമ്മിൽ ക്യാരക്ടറിന്റെ സൈഡിലും, അത് ആക്ച്വലി ടാൻട്രംസ് അല്ല, അത് സിനിമയ്ക്ക് വേണ്ട കുറച്ച് ഡിസ്കഷൻ. അതെനിക്ക് ഡയറക്ടറിനെ പറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ ചോദിക്കും തരണം. അല്ല, ടോബി ആക്ച്വലി ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് പണ്ടേ പറഞ്ഞു, ഡിജോ ഞാൻ ഭയങ്കര ഡയറക്ടർ ഡിപ്പെൻഡന്റ് ആക്ടറാണ്, ഡിജോയ്ക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളത് വളരെ പേഴ്സണലി അത് മനസ്സിലായി. അതുകൊണ്ടാണ് ടോബിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ. അതൊരു ടാൻഡ്രമായിട്ട് എനിക്ക് എക്സാക്ട്ലി, അത് നമ്മളുടെ ആവശ്യമാണല്ലോ. അതൊരു ടാൻഡ്രം അല്ല. അതിന്റെ പേരിൽ ഇപ്പൊ ടോബി പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക, രണ്ട് മിണ്ടാണ്ടിരിക്കോ പിണങ്ങി പോവാന്നൊന്നും അല്ല. അതൊരു ടാൻഡ്രം അല്ല, ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് തിങ്. അത് ടാൻഡ്രമായിട്ട് എനിക്ക് കാണണമെങ്കിൽ നല്ല ടാൻഡ്രം. ഡാൻസ് വേണം ഇപ്പൊ നമ്മുടെ സിനിമയിൽ ഒരു ഡാൻസിന്റെ ആവശ്യമില്ല. അപ്പൊ നേരെ മറിച്ച് ഡാൻസ് വേണം എങ്ങനെയായിരിക്കും ചോദിച്ചത്. അല്ല, അതിപ്പോ എനിക്ക് അല്ല, അതൊരു പ്രശ്നമായനെ. പ്രൊവൈഡഡ് എന്റെ പടം ഒരു ഡാൻസ് പടം ആയിരുന്നെങ്കിൽ അതൊരു ടാൻഡ്രമായിരുന്നു. പക്ഷേ നമ്മുടെ പടത്തിന് ആക്ഷനും ചെറിയ ചെറിയ ഇമോഷണൽ പരിപാടീസ് ഒക്കെ അല്ലേ. അപ്പൊ ആക്ഷൻ കുഴപ്പമില്ല, എല്ലാവരും അപ്പൊ അത് എല്ലാവരും സ്റ്റെപ്പ് കളിക്കണമല്ലോ. അറിയും, മറ്റേ തെറ്റിയാലും അറിയില്ല. ഡാൻസ് പടമായിട്ട് ചെന്നാൽ ഭീകരമായിരിക്കും അല്ലേ ടോബി? ഡാൻസ് പടമൊക്കെ ആയിട്ട് ആരാണ് എന്റെ അടുത്തേക്ക് വരാൻ പോകുന്നത്? അത് ടാൻഡ്രമല്ല, അത് മണ്ടത്തരം ഞാൻ പറയുള്ളൂ. തല്ലുമാലില് ഡീസന്റ് ഡാൻസിങ് ആയിരുന്നല്ലോ. എനിക്ക് ഭയങ്കര അതെ, ഞാൻ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് അത് ഞാൻ ടോബിയുടെ ഡാൻസ് കളിക്കൂലേ? എന്ത് ചോദ്യം? കളിക്കേണ്ടി വന്നാൽ ആവശ്യമുള്ള അതും എന്നെ കൺവിൻസ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ട് കളിക്കുന്നു, എനിക്കത് ഒട്ടും കൺവിൻസ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്തുകൊണ്ട് കളിക്കുന്നത് കൺവിൻസ് ചെയ്യണം. ഒരു ഡാൻസിന് വേണ്ടി ഒരു ഡാൻസ്, പാട്ടല്ലേ അപ്പൊ ഡാൻസ് വേണ്ടേ, അങ്ങനത്തെ ഡാൻസ് അല്ലാതെ കഥാപാത്രം അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തെന്നാൽ അപ്പൊ തന്നെ ഓടിച്ചെന്ന് ചെയ്യാന്നല്ല, പഠിച്ചിട്ട് ചെയ്യാം. അതെ, സൂപ്പർ. അപ്പം പള്ളിച്ചട്ടമ്പി സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. പടം പൊളിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഡിജോ, ഓൾ ദി ബെസ്റ്റ് ടോബി. താങ്ക് യു.